രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കേരള ടീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് വിവരങ്ങൾ നൽകാൻ. സുലേഖ, ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, ഈ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പൊരുതിയുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ വിദർഭയോട് പരാജയപ്പെടേണ്ടി വന്നു. ഏറ്റവും പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന സമയമായിരുന്നു. ആരൊക്കെയുണ്ട് ഇപ്പോൾ ഈ വിജയകരമായ ടീം കേരളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വീകരിക്കാൻ? പക്ഷെ എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് കേരള ടീമിന് ഈ എയർപോർട്ടിൽ ആരാധകരൊക്കെ തന്നെയും നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. KCA ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് എയർപോർട്ടിൽ ഈ ടീമുകൾക്ക് നൽകിയിട്ടുള്ളത്. അണ്ടർ 14 കുട്ടികളുണ്ട്. അവർ നേരത്തെ തന്നെ ഈ പുറത്തിറങ്ങി കയറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരാധകരുടെ വലിയ രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കായിരുന്നു. അത്തരത്തിൽ വലിയൊരു ആവേശം തന്നെയാണ് ഈ എയർപോർട്ടിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവര് നമ്മളോട് പ്രതികരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭയങ്കര സന്തോഷം. നമ്മൾ ഈ ഒരു ട്രോഫി നേടിയതിൽ നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു നമ്മൾ ആ ഒരു രഞ്ജി ട്രോഫി എന്നുള്ളത്. ബട്ട് നമ്മൾ ഇത് അവസാനിച്ചിട്ടില്ല. ഇതൊരു ബിഗിനിങ് മാത്രമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇതിലും വലിയൊരു ട്രോഫി ആയിട്ട് നമ്മൾ അടുത്ത സീസണിൽ വരും. ഇതിപ്പോ നമ്മുടെ രഞ്ജി ട്രോഫി കഴിഞ്ഞു, നാട്ടിലേക്ക് വരുമ്പോൾ വലിയ സ്വീകരണം. അപ്പോൾ എന്താണ് തോന്നുന്നത് ഈ നിമിഷം നാട്ടിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ? അത് വളരെ സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു വെൽക്കമിങ് കിട്ടുമ്പോൾ എനിക്കും നമ്മുടെ ടീമിനൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് നമുക്ക് ഒരു രഞ്ജി ട്രോഫി വിൻ ചെയ്യാത്തതിൽ. ബട്ട് ഐ ആം വെരി പ്രൗഡ്. നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ചും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു നന്ദി ഇങ്ങനത്തെ വലിയൊരു സ്വീകരണം നൽകിയതിൽ. ഇത് മാത്രവുമല്ല, ക്രിക്കറ്റ് ആരാധകർ കേരളം മുഴുവൻ ക്രിക്കറ്റ് കാണാത്തവർ പോലും ഈ സീസൺ രഞ്ജി ഇരുന്ന് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ കണ്ടു. അപ്പോൾ കേരളം മുഴുവൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുകയാണ്. അത് തിരിച്ചറിയുന്നില്ല. പിന്നെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ ഫൈനൽ എത്തിയപ്പോഴാണ് നമ്മൾ രഞ്ജി ട്രോഫിയുടെ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞത്, എത്രയും ആൾക്കാർ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞത്. അതിൽ വളരെ സന്തോഷം. ഇനിയും നമ്മൾ കേരള ക്രിക്കറ്റിനെയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരെയും നമ്മൾ പ്രൗഡാക്കും. ഇതിലും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അല്ല, നമ്മൾ ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണേഴ്സപ്പ് ആയതിൽ. പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. ഞാൻ പറയില്ലേ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അവിടെ പോയി വിൻ ചെയ്ത് രഞ്ജി ട്രോഫി ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തിലോട്ട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. അയ്യോ, തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്.